അവസാന 2 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പുത്തൻ യെരൂശലേമും രക്ഷയ്ക്കായുള്ള ആഹ്വാനവുമാണ്. ക്രിസ്തു തൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്നതും സമ്പൂർണ്ണ വിശുദ്ധിയിൽ നീതി നിലനിൽക്കുന്നതും രൂപാന്തരം ഭവിച്ചതും വീണ്ടെടുക്കപ്പെട്ടതുമായ ഒരു പുതിയ ലോകമാണ്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. പുതിയ യെരൂശലേം എന്ന മഹാനഗരം മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടു. ഈ മഹാനഗരത്തിൻ്റെ പണി നടക്കുന്ന സ്വർഗത്തിലാണ്, പണി കഴിക്കപ്പെടുന്നത് ദൈവത്താലാണ്. ഇതിൻ്റെ ജ്യോതിസ് ലോകത്തിലെ വിലയേറിയ രത്നങ്ങളെക്കാൾ മനോഹരമായിരിക്കും. പുതിയ യെരൂശലേമിന് ചുറ്റും പൊക്കമുള്ള വൻമതിലുകളും ഗോപുരങ്ങളുമുണ്ട്. ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. മതിലിന് 12 അടിസ്ഥാനവും അതിന് കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും കുത്തിവെച്ചിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ്റെ മുന്നിൽ നിൽക്കുന്ന ദൂതൻ കയ്യിലിരിക്കുന്ന അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു. നഗരം സമചതുരമായി കിടന്നിരുന്നു. നീളവും വീതിയും സമം. അതിൻ്റെ അളവ് 1200 നാഴികയായിരുന്നു. അതിൻ്റെ മതിലിന് 144 മുഴം നീളമുണ്ടായിരുന്നു. മതിൽ സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്തവണ്ണം തങ്കവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനം 12 രത്നങ്ങൾ കൊണ്ടുള്ളതായിരുന്നു. സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, നഗവർണി, ചുവപ്പുകല്ല്, പീതരത്നം, ഗോമേദകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം എന്നിവ യഥാക്രമത്തിൽ ഉപയോഗിച്ചിരുന്നു. 12 ഗോപുരവും 12 മുത്തുകൊണ്ടും അതിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ദേവാലയം ഉണ്ടായിരിക്കില്ല. സർവശക്തനായ ദൈവവും കർത്താവുമായിരിക്കും അവിടുത്തെ മന്ദിരം. നഗരത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. ദൈവ തേജസ് അവിടെ അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിലെയും എല്ലാം മായ്ച്ചു കളയും. 12 ഗോപുരങ്ങൾ എപ്പോഴും തുറക്കപ്പെട്ട് കിടക്കും. രാത്രി അവിടെ ഉണ്ടായിരിക്കുകയില്ല. അശുദ്ധമായതൊന്നും അവിടെ പ്രവേശിക്കുകയില്ല. വീതിയുടെ നടുവിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദി പുറപ്പെടുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നാണ്. ഈ ജീവജല നദി ത്രിത്വത്തിലൊന്നായ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലം ജാതികൾക്ക് ഭക്ഷിക്കുകയും രോഗശാന്തിക്കായി ഉപയോഗിക്കുകയും ചെയ്യാം. ഈ വൃക്ഷം വിവിധ തരം ഫലം കായ്ക്കുന്നതും 12 വിധ ഫലങ്ങൾ കൊണ്ട് സമ്പുഷ്ടവുമായിരിക്കും. ഇവിടെ ശാപമില്ല, രാത്രിയില്ല. ആദാം മുതൽ ക്രിസ്തു വരെയുള്ള പഴയ നിയമ വിശുദ്ധന്മാരും സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമുള്ള യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടവരും എതിർ ക്രിസ്തുവിനോട് കൂട്ടാവാത്തവരും എതിർത്ത് നിന്ന് രക്തസാക്ഷികളായവരും എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയേൽക്കാത്തവരും 666 എന്ന സംഖ്യ നെറ്റിമേലും കൈമേലും ഏൽക്കാത്തവരും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ അഴിച്ചുവിടുമ്പോൾ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ പങ്കാളികളാവാത്ത ജാതികളുമാണ് ഈ പുതിയ യെരൂശലേമിൽ വസിക്കുന്നത്. ജയാളികൾ മാത്രം പ്രവേശിക്കുന്ന ഈ നഗരത്തിൽ വിശുദ്ധന്മാർ കുഞ്ഞാടിനൊപ്പം ദൈവദൂതന്മാർക്ക് തുല്യരായി ദൈവമുഖം കണ്ട് ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിച്ച് അവനെ ആരാധിച്ച് അവനൊപ്പം വസിക്കും. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഏതൊരു ക്രിസ്തീയ ഭക്തനും സ്വപ്നം കാണുന്ന പ്രത്യാശയുടെ പൂർത്തീകരണ നിമിഷങ്ങൾ. ഈ പ്രത്യാശയുള്ളവരാണോ നിങ്ങൾ? ഭൗതിക ജീവിതത്തിൻ്റെ മുഖം പേറിയ ഈ ആയുസ്സിൻ്റെ അവസാനം മരണമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ലെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ മരണം കഴിഞ്ഞുള്ള ഈ ഭാഗ്യാവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അറിയാത്തവർ വായിക്കുക. വെളിപ്പാട് 22:7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. God bless you all.